നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പറഞ്ഞതൊക്കെ ചെയ്തില്ലേ? ആ സുമംഗലേ, മണവാട്ടിക്ക് മുറി തെറ്റിയെന്നാ തോന്നുന്നേ. ദേ പാലും കൊണ്ട് വന്നിരിക്കുന്നു. മുറിയൊന്നും തെറ്റിയതല്ല. മാഡത്തിന് രാത്രി കഴിക്കാനുള്ള ഗുളിക കൊടുക്കണം. പിന്നെ ഇവക്ക് പാലും കുടിക്ക. ഇവളെ കൊണ്ട് എന്തെങ്കിലും കഴിപ്പിക്കാനേ വലിയ പാടാ. ഇപ്പോഴും ഞാൻ വാരി കൊടുക്കണം. ഫുഡ് കൊടുത്തിട്ടേ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പ്ലേറ്റില് പടം വരച്ചോണ്ടിരിക്കുക. ഇവിടെ വെച്ച് ഇവക്ക് വാരി കൊടുക്കാൻ പറ്റുമോ? എന്താ പറ്റിയാല് ഇത് നിങ്ങളുടെ വീടാണെന്ന് അങ്ങ് കരുതിയാ മതി. ഒന്നുമില്ലാതെ തന്നെ ഒരു വഴക്ക് കഴിഞ്ഞിട്ട് വരിക ഞാൻ. അവള് കെട്ടിക്കേറി വന്നത് പോരാഞ്ഞ് അനിയത്തെയും പൊതിഞ്ഞോണ്ട് വന്നിരിക്കുന്നുവെന്നും പറഞ്ഞു. ചോറ് വാരി കൊടുക്കുന്നതും കൂടി കണ്ടാലേ ജോറായിരിക്കും. സുമംഗല മാഡത്തിന്റെ മുറിയില് അഞ്ജനയെ കിടത്തുന്നത് ഗിരിജ മാഡത്തിന് തീരെ ഇഷ്ടമായിട്ടില്ല. ഇവളെ ഒറ്റയ്ക്ക് കിട്ടണം. ഇവിടെ ആയാലും ഗസ്റ്റ് ഹൗസിലായാലും. ഇവളോട് ഇത്രയും ദേഷ്യം വരാൻ എന്താ കാരണമെന്ന് എനിക്കറിയില്ല. ഇവൾ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള ടെൻഷനാ എനിക്ക്. ഒറ്റയ്ക്കല്ലല്ലോ, ഇവിടെ ഞാനില്ലേ. അപ്പോ നേഴ്സ് അങ്ങ് പോയോ? അവര് ഹോം നേഴ്സ് ഒന്നുമല്ല കൂടെ നിൽക്കാൻ. ഹോസ്പിറ്റലിൽ നിന്ന് നിർബന്ധമായി ഡിസ്ചാർജ് വാങ്ങിയിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അറ്റ് യുവർ ഓൺ റിസ്ക് എന്ന അവരുടെ മുന്നറിയിപ്പ്. എങ്കിലും ഡോക്ടറുടെ നല്ല മനസ്സുകൊണ്ട് വിട്ടു. ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ട്രിപ്പ് തീരുന്നത് വരെ അവരെ നിർത്തി. ഇവള് ഈ കാണുന്നത് പോലെയൊന്നും അല്ല. ഉറക്കത്തില് ചവിട്ടുകയും തൊഴിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യും. ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടുപോയിക്കോളാൻ പറയും. അങ്ങനെയൊന്നും പറയില്ല. ഞാനേ ഇവളുടെ അമ്മയുടെ സ്ഥാനത്താ. മോളെ പാല് കുടിക്കേ. എനിക്കിപ്പോ അഞ്ജന പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ മണിയറ ഒരുക്കിയ വിശേഷം പറയുകയായിരുന്നു. കല്യാണത്തിന്റെ അന്ന് ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുൻപ് ഗീതമ്മ നിങ്ങളുടെ മണിയറ ഒരുക്കിയിട്ടാ പോയത്. അതു പിന്നെ ആരോ നശിപ്പിച്ചു എന്ന് അഞ്ജന പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് പറ മുത്തശ്ശി. ഒന്ന് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ ഒക്കില്ല. അസുഖം വന്ന് വീണാ പോലും ഇവിടെ ആർക്കും അതൊരു പ്രശ്നമേ അല്ല. മുമ്പൊക്കെ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. എന്തു വന്നാലും ദർശനം ഒപ്പം ഉണ്ടെങ്കിൽ എല്ലാം നേരിടാമെന്ന്. ഇപ്പൊ അതുമില്ല. ആ അത് ശരി. എന്നോട് തോന്നിയ കോൺഫിഡൻസും പോയോ? അതല്ല മോളെ, കല്യാണ മണ്ഡപത്തില് എത്ര പേരുണ്ടായിരുന്നു, കുട്ടികളും വയസ്സായവരും ഉൾപ്പെടെ. അന്ന് അവിടെ ആ ബോംബ് പൊട്ടിയിരുന്നെങ്കിൽ എത്ര കുടുംബങ്ങൾ അനാഥമായേനെ. അത്രയ്ക്ക് ക്രൂരമായ മനസ്സുള്ളവരുടെ മുന്നിൽ അതാരായിരുന്നാലും ശരി, നിന്നെപ്പോലുള്ളൊരു സാധാരണ പെൺകുട്ടിക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഇവളെ ഇന്ന് എന്റെ മുറിയിൽ കിടക്കട്ടെ. ആദ്യം മാഡം ടാബ്ലറ്റ്സ് കഴിക്കും. വേണ്ട, ഞാൻ കഴിച്ചോളാം. ആ അതൊന്നും പറ്റില്ല, ഇപ്പൊ തന്നെ കഴിക്കണം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ചുമ്മാതല്ല, മരുമോള് വരുന്നതിന് മുമ്പേ ഭരണം തുടങ്ങിയെന്ന് പറയുന്നത്. പറയുന്നവര് പറയട്ടെ. ആ വേഗം കഴിക്ക്, എനിക്ക് പോണം. എന്താ മണിയറ പോകാൻ മണവാട്ടിക്ക് തിടുക്കായോ? എനിക്ക് ഒരു തിടുക്കവും ഇല്ല. അവിടെ ഇണ പിരിയാത്ത ജോഡികൾ എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുക. താക്കോലും ബോസും. ഓ ആ പറയും പോലെ അവന്റെ കിടപ്പ് ഇന്നു മുതൽ മുറിക്ക് പുറത്താണല്ലോ. വേഗം ചെന്ന് അവനെ ഓടിച്ചു വിട്.
സ്വർഗത്തില് കട്ടുറുമ്പുകൾക്ക് പ്രവേശനം ഇല്ല എന്നൊരു ബോർഡും വെക്കാം. നാളെ ആവട്ടെ. നകുലനും നിമ്മയും വിട്ടുപോയ ശേഷം ഞാൻ ഇവളെ പിരിഞ്ഞിരുന്നിട്ടില്ല. ഇന്നലെ ഹോസ്പിറ്റലില്, ഇന്നിവിടെ. പുറമെ കാണിക്കാത്തതാ. എന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നത് ഇവക്കും സഹിക്കാൻ പറ്റുന്നതല്ല. ഒരു പ്രശ്നവും ഇല്ല അല്ലേ മോളെ? നീ ചെല്ലു മോളെ. അഞ്ജന മോളെ വാ, ഇവിടെ ഇരിക്കും. അതെ, കന്നിപ്പളുങ്കി പൊന്നുങ്കിനാവേ സുന്ദരി പെണ്ണാളേ, കൺമണിക്ക് എന്തിന് കള്ളപ്പരിഭവം കല്യാണരാവല്ലേ? അതെ, കല്യാണ പെണ്ണിനെ ഒറ്റയ്ക്ക് മണിയറയിലേക്ക് വിടരുതെന്നാ പഴമക്കാർ പറയുന്നേ. നിന്നെ എന്തായാലും ഞങ്ങൾ കൊണ്ടുവിടാം. ആ ചെല്ല്. വാ. കന്നിപ്പളുങ്കി പൊന്നുങ്കിനാവേ സുന്ദരി. ബോസേ, ഇന്ന് ബോസിന്റെ ഫസ്റ്റ് നൈറ്റാ. ഒരു കാരണവശാലും പേടിക്കരുത്. അയ്യോ. അതെ, ഇപ്പൊ തളർന്നു പോയാലേ ഇനി അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ തകർന്നു പോവും. ബോസേ, അവള് പഴയ ദർശനല്ല, ഇപ്പോ ബോസിന്റെ ഭാര്യ. ബോസ് പറയുന്നതൊക്കെ അനുസരണയോടെ അടിമയെ പോലെ അനുസരിക്കേണ്ടവള്. അപ്പോ